പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റുന്ന അമലെന്ന് റസൂലുള്ളാഹി പറഞ്ഞതേതാ? അസ്സൗമു, നോമ്പാണ്. ആയത്തും ഹദീസും തമ്മിൽ വളരെ ബന്ധം. നല്ലപോലെ ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹാ, അവൻ സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, റബ്ബിന് അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്തിൽ ഒരാളെയും അവൻ പങ്കു ചേർക്കാതിരുന്നോട്ടെ എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ഒരാളെയും പങ്കു ചേർക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരമൽ നോമ്പ് മാത്രമാണ്. കാരണം എന്താ? നിസ്കരിക്കുമ്പോൾ ഒരു പക്ഷേ തോന്നിയേക്കാം മറ്റുള്ളവർ വിചാരിക്കട്ടെ എന്നെക്കുറിച്ച് വലിയ നിസ്കാരക്കാരനാണെന്ന്. അങ്ങനെ തോന്നാനുള്ള സാധ്യതയുണ്ടല്ലോ. അല്ലെങ്കിൽ അടുത്ത ആഴ്ച മഹല്ലത്തിന്റെ ജനറൽ ബോഡിയാണ്, ജനറൽ ബോഡിയിൽ എന്നെ പ്രസിഡന്റ് ആക്കാനുള്ള തീരുമാനമുണ്ട്. അപ്പൊ ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും സുബൈക്ക് പോയാലേ പ്രസിഡന്റ് സ്ഥാനം കിട്ടൂ. ആ വിചാരം വരാൻ സാധ്യതയുണ്ടല്ലോ. സകാത്ത് കൊടുക്കുന്ന സമയം ഞാൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന് ആളുകൾ അറിയട്ടെ എന്ന വിചാരം വരാൻ സാധ്യതയുണ്ടല്ലോ. കാരണം എന്താ? ആരും അറിയില്ലെങ്കിലും ഇത് കൊടുത്ത ആളെങ്കിലും അറിയുമല്ലോ. ഹജ്ജാണെങ്കിലോ ലോകത്തെ ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന കർമ്മമായതുകൊണ്ട് ഞാൻ വലിയ ഹാജിയാണെന്ന് നാട്ടുകാരൊക്കെ അറിയട്ടെ എന്ന മനോഭാവം ഉണ്ടാകല്ലോ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങൾ വലിയ നോമ്പുകാരനാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയോ? ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശിർക്ക് വരാത്ത ഒരേ ഒരു അമലുണ്ടോ? ഫലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അല്ലാഹുവിന്റെ ഇബാദത്തിൽ അവനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്. ശിർക്ക് വരാത്ത ഒരേ ഒരു ഇബാദത്ത്, പങ്കാളിത്തം വരാത്ത ഒരേ ഒരു ഇബാദത്ത്, അത് അസ്സൗമു, നോമ്പ് മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ നോമ്പ് നോറ്റ ഒരാൾ, അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെ പങ്കു ചേർക്കാതെ ചെയ്യുന്ന ഇബാദത്തുണ്ടെങ്കിൽ അള്ളാഹുവിനെ നേരിട്ട് കാണാം. ഇതാണ് ഈ ആയത്ത് പറയുന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇനി ഹദീസ് ചേർത്ത് വായിക്കൂ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ലിസ്സായിമി ഫർഹതാൻ, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രി, ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. രണ്ട് വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, നിസ്കരിക്കുന്നവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുമോ എന്ന് ഉറപ്പില്ല. സകാത്ത് കൊടുക്കുന്നവൻ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് ഉറപ്പില്ല. ഹജ്ജ് ചെയ്തവൻ റബ്ബിനെ കണ്ടുമുട്ടുമോ എന്ന് ഉറപ്പില്ല. എന്നാൽ നോമ്പ് നോൽക്കുന്ന ഒരാൾ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല. വഫറഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, രണ്ടാമത്തെ സന്തോഷം തന്നെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്താണെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? തീരെ ലോകമാന്യം കടന്നു വരാത്ത അമലാണ് നോമ്പ്. അപ്പൊ നോമ്പിലൂടെ അള്ളാഹു ചെയ്യുന്നത് എന്താ? മനുഷ്യന്റെ അമലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് റിയായിലൂടെയാണ്, അല്ലേ? ലോകത്തെത്ര ലിനി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പത്രങ്ങളിൽ വെണ്ടക്ക അക്ഷരം നിറച്ചാറുണ്ട്. എന്തിന്? ഞങ്ങളത് ചെയ്യുന്നവരാണെന്ന് ബോധ്യപ്പെടുത്താനാണ് ജനങ്ങളെങ്കിൽ പ്രതിഫലം നഷ്ടപ്പെട്ടു പോയി. അതല്ല, ജനങ്ങൾ മാതൃകയാകട്ടെ എന്ന ലക്ഷ്യത്തിലാണെങ്കിലോ അതിന് പ്രതിഫലം ലഭിക്കും. അല്ലാഹു അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറയുകയാണ്, ഇന്നാ ഖവഫ മാ അലൈക്കും അശ്ശിർകുൽ അസ്ഗർ, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഭയപ്പെടുന്നത് അശ്ശിർകുൽ അസ്ഗർ, ലോകമാന്യമാണ്. യഖൂലുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു പറയും, ലിൽ മുറായീന, തന്റെ പ്രവർത്തനം മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുന്ന ആളുകളോട് റബ്ബ് പറയും, ഇദാ ജസല്ലാഹു ലിന്നാസ്, ഖിയാമത്ത്
ഖിയാമത്ത് നാളിൽ അല്ലാഹു ജനങ്ങൾക്ക് പ്രതിഫലം നൽകിക്കഴിഞ്ഞാൽ ബിഅമാലിഹിം അവരുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകിക്കഴിഞ്ഞാൽ തങ്ങളുടെ പ്രവർത്തനം മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്തവരോട് അല്ലാഹു പറയും. എന്താ പറയുക? ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊൻ, നിങ്ങൾ ആര് കാണാനാണോ പ്രവർത്തിച്ചത് അവരുടെ അടുത്തേക്ക് പോവുക. ഫിദ്ദുന്യ ഉൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാ, അവരുടെ അടുത്ത് വല്ല പ്രതിഫലമുണ്ടോ എന്ന് നോക്കിക്കോളൂ. എന്റെ അടുത്ത് നിങ്ങൾക്കൊന്നുമില്ലെന്ന് രാജാതിരാജനായ റബ്ബ് പറയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യനെ അപകടപ്പെടുത്തുന്ന ഏറ്റവും വലിയ അപകടമാണ് ലോകമാന്യം. ആ ലോകമാന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അവനെ സംശുദ്ധിയാക്കാൻ, ശുദ്ധപ്പെടുത്തി അവന്റെ ചിത്തത്തെ ശുദ്ധമാക്കാൻ പരിശുദ്ധമായ റമദാൻ അവന് പ്രേരകമാകുന്നു. അതാ നമ്മുടെ ഹെഡിങ്, റമദാൻ പൊരുളറിയുക, ചിത്തം ശുദ്ധമാക്കുക. അങ്ങനെ ചിത്തം ശുദ്ധമാക്കാൻ, അവന്റെ പ്രവർത്തനങ്ങളെ ശുദ്ധമാക്കാൻ, ഖാലിസൻ ലിവജ്ഹില്ലാഹ്, രാജാതിരാജനായ റബ്ബിന് വേണ്ടി മാത്രം ജീവിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.